ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും NR വ്ളോഗ്സ് കുമരകത്തിലേക്ക് സ്വാഗതം. നെഹ്റു ട്രോഫിക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആരാകും ആ വെള്ളിക്കപ്പിൽ മുത്തമിടുക? നിങ്ങളെപ്പോലെ എനിക്കും അതിലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, കാണാനായിട്ട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആരൊക്കെ ഫൈനൽ ഫോറിൽ വരും എന്നുള്ളൊരു വിലയിരുത്തലാണ്. എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റാണ്. നിങ്ങൾക്കും നിങ്ങളുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. എല്ലാ നല്ല സൗഹൃദങ്ങൾക്കും NR വ്ളോഗ്സ് കുമരകത്തിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഈ വർഷത്തെ നെഹ്റു ട്രോഫി ബോട്ട് റേസിൽ മത്സരിക്കുന്ന എല്ലാ വള്ളങ്ങൾക്കും വിജയാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ 19 ചുണ്ടൻ വള്ളങ്ങൾക്കും വിജയാശംസകൾ നേരുന്നു. അവർ മികച്ച ഒരു മത്സരം കാഴ്ചവെക്കട്ടെ എന്ന് തന്നെ നമ്മൾ ആശംസിക്കുന്നു. അതിൽ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണിത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഉണ്ടാകാം. അതെന്താണെന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ നമുക്ക് എന്താ പറയുക, ഏറ്റവും കൂടുതൽ വിജയസാധ്യത ഏത് വള്ളത്തിലാണെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വർഷത്തെ എൻ്റെ ഒരു പ്രൊഡിക്ഷനാണ് ഏത് വള്ളങ്ങൾ ഫൈനലി വരും എന്നുള്ളതും, അല്ലെങ്കിൽ വിജയം സാധ്യത ഏറ്റവും കൂടുതലുള്ള വള്ളം ഏതാണെന്നുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമ്മളൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ചാനലായതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു കണ്ടന്റ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വള്ളംകളി വീഡിയോസ് കണ്ടന്റ് ആക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വള്ളംകളി വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട്, വള്ളംകളി വീഡിയോസ് മാത്രം ചെയ്യുന്ന ചാനലുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ആരെയും ഒരു രീതിയിലും നെഗറ്റീവ് ആക്കാൻ വേണ്ടിയല്ല, ഇത് എൻ്റേതായ വ്യക്തിപരമായിട്ട് എൻ്റേതായ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടാൽ നല്ലതായിരിക്കും എന്ന് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു ആദ്യം തന്നെ നിങ്ങളിലേക്ക് ഒന്ന് പറയുവാണ്. നമുക്ക് ഇന്നത്തെ ഞാൻ എടുത്തിരിക്കുന്ന സാധ്യത കൂടുതലുള്ള വള്ളങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ അറിയാൻ സാധിക്കും. മേൽപ്പാടം ചുണ്ടനാണ് ആദ്യത്തേത്. KBC SFPC കുമരകമാണ് അവരെ ഈ ഒരു നെഹ്റു ട്രോഫിയിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കന്നി കിരീടത്തിന് വേണ്ടിയുള്ള ഒരു മികച്ച മത്സരം അവർ കാഴ്ചവെക്കുമെന്നുള്ളത് നമുക്ക് 100% ഉറപ്പിക്കാവുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ആനാരി ജീസസ് ബോട്ട് ക്ലബ്ബാണ് അവരെ ഈ വർഷം നെഹ്റു ട്രോഫിയിലേക്ക് എത്തിക്കുന്നത്. ജീസസ് ബോട്ട് ക്ലബ്ബിൻ്റെ ഒരു വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു തിരിച്ചുവരവാണ്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച രീതിയിലുള്ള ഒരു മത്സരം അവരും കാഴ്ചവെക്കും എന്നുള്ളത് നമുക്ക് 100% ഉറപ്പിക്കാവുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ വർഷത്തെ നെഹ്റു ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യത ഉള്ളൊരു ക്ലബ്ബാണ് PBC പള്ളാത്തുരുത്തി. അവർ ഈ വർഷം കാരിച്ചാൽ വള്ളത്തിലാണ് ഈ വർഷം അവർ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റിൽ അവർ ഒന്നാമത് തന്നെ ഉണ്ട്. അപ്പം നമ്മുടെ ഒരു ലിസ്റ്റിലും അവരുണ്ട്. അവർ കഴിഞ്ഞ 4 വർഷം കപ്പ് നേടിയതുകൊണ്ട് മാത്രമല്ല, അവരൊരു മികച്ച ക്ലബ്ബ് കൂടി ആയതുകൊണ്ടാണ് PBC പള്ളാത്തുരുത്തിയെ നമ്മൾ ഈ ഒരു വിജയസാധ്യത അവർക്കുണ്ട് എന്ന് പറയുന്നതിന് കാരണമാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള അടുത്തൊരു വള്ളമാണ് PBC പുന്നമ്പട ബോട്ട് ക്ലബ്ബിൻ്റെ ചമ്പക്കുളം. അവരും ഈ വർഷം ഒരു മികച്ച മത്സരം കാഴ്ചവെക്കും എന്നുള്ളത് വളരെ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വലിയ ദീവാഞ്ചി ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ്, അവരുടെയും കുറച്ച് വർഷങ്ങൾ ശേഷമുള്ള ഒരു തിരിച്ചുവരവാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ വലിയ ദീവാഞ്ചിയിൽ വരുന്നൊരു മത്സരം. അവരും അതുകൊണ്ട് തന്നെ ഒരു മികച്ച മത്സരം കാഴ്ചവെക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഇനി അടുത്ത പേര് നിങ്ങൾ കുട്ടനാടിൻ്റെ ഹൃദയതാളം UBC കൈനകരിയാണ് അടുത്ത ടീം. അതുപോലെ തന്നെ അവർ തലവടി ചുണ്ടനിലാണ് മത്സരിക്കുന്നത്. തലവടി ചുണ്ടനിൽ UBC കൈനകരി വരുമ്പോൾ അതൊരു മികച്ച മത്സരത്തിന് തന്നെ PBC പള്ളാത്തുരുത്തിയോടൊപ്പം തന്നെ ഒരു മികച്ച മത്സരം കാഴ്ചവെക്കും. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ക്ലബ്ബാണ് ATBC ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ്. അവർ ഈ വർഷം പായിപ്പാടലിലാണ് തുടരുന്നത്. ATBC അവരും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ജേതാവായിരുന്ന വിയ്യപുരം ചുണ്ടൻ ഇത്തവണ വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ കാര്യത്തിലാണ് നെഹ്റു ട്രോഫിയിലേക്ക് അല്ലെങ്കിൽ പുന്നമടയിലേക്ക് വരുന്നത്. വില്ലേജ് ബോട്ട് ക്ലബ്ബ് വിയ്യപുരം അവരും മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പായി പറയാൻ സാധിക്കും. ഇനി അടുത്തൊരു പേര്, ഞാൻ ഇത്രയും പേരുകൾ പറഞ്ഞെങ്കിലും അതിൽ പറയാത്തൊരു ക്ലബ്ബുണ്ട്. KTBC നമ്മുടെ സ്വന്തം ക്ലബ്ബാണ്. നമ്മുടെ സ്വന്തം ശങ്കരോട് ചേർത്ത് വെക്കുന്ന ക്ലബ്ബാണ്, നമ്മുടെ നാട്ടിലെ ക്ലബ്ബാണ്. അപ്പോൾ KTBC ഇല്ലാതെ എന്ത് നെഹ്റു ട്രോഫി? അപ്പം ഈ വർഷം നെഹ്റു ട്രോഫിയിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കും. കഴിഞ്ഞ വർഷത്തെ 6 മൈക്രോ സെക്കൻഡിൻ്റെ കണക്കുകൾ ഈ വർഷം തീർക്കും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് നടുഭാഗത്തിൽ ഈ വർഷം KTBC വരുന്നത്. അതുകൊണ്ട് തന്നെ
നമുക്കിഷ്ടമുള്ള ഒരു 2-3 ക്ലബ്ബുകളുണ്ട്. UBC അതുപോലുള്ള ആ ക്ലബ്ബുകളോട് കിടപിടിക്കുന്നത് തന്നെ ഒരു തീപ്പൊരി പാറുന്ന മത്സരം ഫൈനലിൽ KTBC കാഴ്ചവെക്കും എന്ന് ഉറപ്പ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തെ നെഹ്റു ട്രോഫി മികച്ച ഒരു നെഹ്റു ട്രോഫി മത്സരമായിരിക്കും ഫൈനൽ എന്ന് തന്നെ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കും. അപ്പോൾ ഫൈനൽ 4ലേക്ക് വരാൻ സാധ്യതയുള്ള ക്ലബ്ബുകളെയാണ് ഞാൻ പറയുന്നത്. അതിൽ KTBC ഉണ്ടാവും, അതുപോലെ തന്നെ UBC ഉണ്ടാവും, അതുപോലെ തന്നെ PBC ഉണ്ടാവും, അതുപോലെ തന്നെ ATBCക്കോ അല്ലെങ്കിൽ VBCക്കോ അല്ലെങ്കിൽ പുന്നമട പോലുള്ളവരെയൊക്കെ സാധ്യതകളുണ്ടാവും എന്ന് തന്നെ ഞാൻ പറയുന്നു. നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇതാണ്. എന്തായാലും ഒരു മികച്ച മത്സരം നമുക്ക് പുന്നമടയിൽ ശനിയാഴ്ച കാണാൻ സാധിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വർഷം മത്സരിക്കുന്ന 74 കളിവള്ളങ്ങൾക്കും വിജയാശംസകൾ നേരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് നെഹ്റു ട്രോഫിയിലേക്ക് പോകുന്ന ചെറുതും വലുതുമായ എല്ലാ വള്ളങ്ങൾക്കും വിജയാശംസകൾ നേരുന്നു. കുമരകത്തിൻ്റെ സ്വന്തം KTBCയുടെ ചെറിയൊരു ട്രയൽ ഭാഗം ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തുന്നു. കാരണം നമുക്ക് ഈ ഒരു വീഡിയോ നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ KTBCക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു, പ്രാർത്ഥനകളും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ട്രയൽ വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന KTBCക്കും അതുപോലെ തന്നെ നടുഭാഗത്തിനും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.